ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നിതാ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നിപ്പം കുളിച്ചിട്ടാണ് അടുക്കളയിൽ കയറാൻ പറ്റുക. അമ്മ മരിച്ചിട്ട് 4ാമത്തെ വർഷമാണ് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ പിറ്റേത്തെ ദിവസം. അപ്പോൾ തലേ ദിവസം നമുക്ക് ഒരിക്കലെടുത്തിട്ട് വേണം നോൽമ്പെടുക്കണം കേട്ടോ. രാവിലെ മീനൊന്നും കഴിക്കാതെ, രാവിലെ എന്നല്ല ഉച്ചയ്ക്കായാലും മീനൊന്നും കഴിക്കാതെ നോൽമ്പെടുക്കണം. അപ്പം തലേ ദിവസം നോൽമ്പെടുത്തിട്ട് പിറ്റേ ദിവസം ബലിയിടുക ചെയ്യുക. അപ്പോൾ നമ്മൾ ഒരിക്കലെടുക്കും, അതായത് ഒരു നേരം അരിഭക്ഷണം കഴിക്കുക അങ്ങനെ. അപ്പോൾ ശ്രീമോളും എൻ്റെ വലിയ ഏട്ടനും കൂടിയാണ് കേട്ടോ ബലിയിടുന്നത്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയായതുകൊണ്ട് എനിക്ക് ഇടാനും പറ്റില്ല. അപ്പോൾ ആരെങ്കിലും ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ ചെറിയ ഏട്ടനും ഇവിടെ ഇല്ലല്ലോ, അപ്പോൾ വലിയ ഏട്ടനും ശ്രീമോളാണ് ഇടുന്നത്. ശ്രീമോൾക്ക് ഇടണം എന്ന് ഭയങ്കര നിർബന്ധം. അപ്പോൾ ഇന്ന് മുതൽ ഇന്നത്തെ ഒരു ദിവസം ശ്രീമോക്കും നോൽമ്പാണേ. അപ്പോൾ അങ്ങനെ ഇതാ അടുക്കളയിലേക്ക് കയറിയിട്ടുണ്ട്. അങ്ങനെ ഇതാ ഞാൻ വേഗം തന്നെ കയറിയപ്പം തന്നെ ചോറിനുള്ള വെള്ളമൊക്കെ ആദ്യം വെച്ചിട്ടോ. ഇന്നിപ്പോൾ ശ്രീമോക്ക് കൊണ്ടുപോകാൻ വേണം, സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് ചോറിനുള്ള വെള്ളം ആദ്യം അവിടെ വെച്ച്, പിന്നെ കറി ചക്കക്കുരു പരിപ്പും വെക്കാൻ വിചാരിച്ചിട്ട് നമുക്ക് ഇടയ്ക്ക് ഒരു ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുരുവാണ്. അപ്പോൾ ഞാനത് നന്നാക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അച്ഛനാണ് കുരുവൊക്കെ നന്നാക്കി തന്നത്. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചിനി. അങ്ങനെ ഇതാ വെള്ളമൊക്കെ തിളച്ച് വരുമ്പോൾ ഞാനിത് അരി കഴുകുകയാണ്. അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ മതി. അപ്പോൾ വേഗം തന്നെ ആയിക്കോളുമല്ലോ. പിന്നെ ശ്രീമോളായിട്ടൊന്നും നീറ്റിയില്ല കേട്ടോ. അച്ഛൻ പുറത്തേക്ക് ചായ കുടിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു റൈസ് കുക്കറൊക്കെ മാറ്റി പുതിയത് വാങ്ങണം. ഇതിപ്പോൾ പഴയത് 2 ഉണ്ട്. ഇങ്ങനത്തത് അമ്മേൻ്റെതും എൻ്റെതും അമ്മ വാങ്ങി തന്നായിരുന്നു കേട്ടോ എനിക്ക് ഈ റൈസ് കുക്കർ. അപ്പോൾ ഇനിയിപ്പോൾ പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ മാറ്റി വാങ്ങണം. അപ്പോഴേക്കും നമ്മളെ ചോറൊക്കെ തിളച്ച് ഇനിയിപ്പോൾ ഇതാ ചോറ് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാണ്. ഇതുള്ളതുകൊണ്ട് എത്രയോ ആശ്വാസമാണ് കേട്ടോ എനിക്ക് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും. അപ്പോൾ അങ്ങനെ രാവിലെ ഞാനിതാനിപ്പോൾ തേങ്ങ അരയ്ക്കണം കറിയിലേക്കുള്ള. അപ്പോൾ മിക്സിയൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ അച്ഛൻ ഫ്രിഡ്ജിൽ ചിരവി എടുത്ത് വെച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അച്ഛനെ എന്തെങ്കിലുമൊക്കെ സഹായിക്കുന്നതുകൊണ്ട് പണികളൊക്കെ അങ്ങനെ വേഗം തീരും. അപ്പോൾ കറിയൊക്കെ ആയി. പിന്നെ ഞാൻ വേഗം തന്നെ ഇതാ ഒരു കാപ്പി ഉണ്ടാക്കി കുടിച്ച് ബിസ്ക്കറ്റ് കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇടയ്ക്ക് ഇങ്ങനെ അടുക്കളയിൽ രാവിലെ തന്നെ കയറി ഓരോ പണിയെടുക്കുമ്പോഴത്തേക്ക് വൊമിറ്റ് ചെയ്യാനൊക്കെ വരും. അപ്പം പിന്നെ വേഗം എന്തെങ്കിലും അങ്ങോട്ടൊന്ന് കുടിച്ചാൽ പിന്നെ പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാ കാപ്പിയും ബിസ്ക്കറ്റും കഴിച്ച് അങ്ങനെ അത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഒക്കെ പിന്നെ പോയി കിടന്ന് കുറേ സമയം കഴിഞ്ഞേരെയാണ് പിന്നെ വീഡിയോ എടുത്തത്. നമ്മളെ ഈ ഒരു കുപ്പി കുറേ ഞാൻ ഓരോ സ്ഥലത്തുനിന്ന് എടുത്ത് വെച്ചാണ് കേട്ടോ. കുപ്പി ഇങ്ങനെ മണി പ്ലാന്റ് ഇട്ട് വെക്കാനോ പെയിൻറ്റ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചാണ്. അങ്ങനെ ഇതാ ഒരു 6-7 എണ്ണം ഉണ്ട് എൻ്റെ അടുത്ത്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പോൾ വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ട് ഒന്ന് ചുരണ്ടിയൊക്കെ എടുക്കണം, ഇതിൻ്റെ സ്റ്റിക്കറൊക്കെ. എന്നിട്ട് വേണം എനിക്ക് അതിൽ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ, ഞാൻ എടുത്ത് വെച്ചൊരു ചെറിയൊരു വീഡിയോ ആണ്. ഇനിയിപ്പോൾ നാളെ ബലിയിടാനൊക്കെ വേണ്ടി പോകണം. അപ്പോൾ ഈ ഒരു കുപ്പി കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ട് എനിക്ക്. എല്ലാം ഒരേ ഷേപ്പിലാകുമ്പം നമുക്ക് മണി പ്ലാന്റ് വെക്കാനോ അല്ലെങ്കിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒക്കെ നല്ലൊരു ഭംഗി ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.